കോന്നി MLA ജനീഷ് കുമാറിനെതിരെ ഫോറസ്റ്റ് RO അസോസിയേഷൻ ഇട്ട പോസ്റ്റ് ഫേസ്ബുക്ക് പേജിൽ കാണാനില്ല. പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല എന്നും മാസ് റിപ്പോർട്ടിംഗ് നടന്നതിനാൽ മെറ്റ പിൻവലിച്ചതാകാമെന്നുമാണ് ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. MLA മുൻകൈയെടുത്ത വനം വകുപ്പ് പിരിച്ചുവിടണമെന്നായിരുന്നു പോസ്റ്റിലെ പരിഹാസം. രാജ് റഷീദ് വിവരങ്ങളുമായി. രാജ് റഷീദ്, ഇപ്പോൾ പോസ്റ്റ് എവിടെ എന്ന ചോദ്യത്തിന് എന്താണ് ഇപ്പോൾ അസോസിയേഷന്റെ പ്രതികരണം? സ്മൃതി, രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലാണ് MLA പരിഹസിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, പ്രിയപ്പെട്ട MLA, അങ്ങ് മുൻകൈയെടുത്ത് വനപാലകരെയെല്ലാം പുറത്താക്കി വനം വകുപ്പ് പിരിച്ചുവിടണം. ആനകളെ മുഴുവൻ ഷോക്കടിപ്പിച്ചു കൊല്ലാൻ അണികൾക്ക് ആഹ്വാനം നൽകണം. കടുവകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം. പുലികൾ മുതൽ പുഴുക്കൾ വരെയുള്ള ജീവികളെ തീയിട്ട് കൊല്ലണം. ശേഷം അങ്ങും അങ്ങയുടെ സ്തുതിപാഠകരും പശ്ചിമഘട്ടം വെട്ടിപ്പിടിപ്പിക്കണം. മനുഷ്യൻ മാത്രമാകുന്ന ഈ സുന്ദര ലോകത്ത് താങ്കൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകണം. വനപാലകരാണ് വലിയ ശല്യം. അതായത് ഒരു MLA അടിമുട്ടി പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് റേഞ്ച് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഫേസ്ബുക്ക് പേജിലിട്ടത്. 204 പേരുള്ള സംസ്ഥാനത്തെ ROമാരുടെ സംഘടനയാണ് ഈ റേഞ്ച് ഓഫീസേഴ്സ് അസോസിയേഷൻ. അതൊരു രാഷ്ട്രീയ സംഘടനയല്ല, ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഈ പോസ്റ്റിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ സൈബർ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുകൂലികളിൽ നിന്ന്. ഈ അല്പസമയം മുമ്പ് ആ പേജിൽ പോസ്റ്റ് കാണുന്നില്ലായിരുന്നു. ഈ RO അസോസിയേഷന്റെ ഭാരവാഹികളോടായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല, പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, പകരം മെറ്റയ്ക്ക് മാസ് റിപ്പോർട്ടിംഗ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചതാകാം എന്നാണ് കരുതുന്നത്. ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നു. MLA K ജനീഷ് കുമാർ MLA രൂക്ഷമായി പരിഹസിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് റേഞ്ച് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്നത്. വിവരങ്ങൾ നൽകിയത്.